വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ.സി.പി നേതാവുമായ അജിത് പവാർ 66 വയസ്സ് അന്തരിച്ചു. ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വിമാനം തകർന്ന് വീഴുകയായിരുന്നു. അജിത് പവാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പും ബ്രസീലിയൻ എയ്റോസ്പേസ് ഇൻഡസ്ട്രി ലീഡർ എംബ്രയറും ചേർന്ന് ഇന്ത്യയിൽ വാണിജ്യ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചരിത്രപരമായ ധാരണാപത്രത്തിൽ 2026 ജനുവരി 27 ഒപ്പുവച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിച്ചു. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. പശ്ചിമ ബംഗാളിൽ നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രമുഖ പിന്നണി ഗായകൻ അർജീത് സിംഗ് പിന്നണി ഗാനരംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാത്രി വൈകി ജമ്മു കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ സോനാമാർഗിലുണ്ടായ വൻ ഹിമപാതത്തിൽ വീടുകളും വാഹനങ്ങളും മഞ്ഞിൽ മൂടി. എന്നാൽ ഇതുവരെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ 20 പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടന്നു. ഇന്ന് 2026 ജനുവരി 28 പുലർച്ചെ മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ PFI കേന്ദ്രങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ NIAയുടെ വ്യാപകമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് നടന്ന സ്ഥലങ്ങൾ സംസ്ഥാനത്തെ ഏകദേശം 20ഓളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്. പ്രധാനമായും എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് റെയ്ഡ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എറണാകുളത്ത് മാത്രം 8ഇടങ്ങളിൽ പരിശോധന നടന്നു. PFI നിരോധിക്കപ്പെട്ടെങ്കിലും സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും രഹസ്യമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും തടയാനാണ് ഈ നടപടി. കൂടാതെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിക്കുന്നതായും സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതായും രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ ചാവക്കാട് പാലയൂരിലെ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിൽ പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച റെയ്ഡ് 3 മണിക്കൂറിലധികം നീണ്ടുനിന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും NIA പിടിച്ചെടുത്തു. പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഈ റെയ്ഡിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. കർശന സുരക്ഷാ അകമ്പടിയോടെയാണ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത്. കേന്ദ്രസേനയുടെ അകമ്പടിയോടെയാണ് റെയ്ഡ് നടക്കുന്നത്. പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും കൊച്ചിയിലെ NIA ഓഫീസിൽ വിശദമായി പരിശോധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഇന്നും പ്രതിഷേധം തുടരുന്നു. MLA-മാരായ CR മഹേഷ്, നജീബ് കാന്തപുരം എന്നിവരുടെ സത്യാഗ്രഹം 2ാം ദിവസത്തിലേക്ക് കടന്നു. കൊച്ചിയിൽ ഏകദേശം 2 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി ഒരു വിദേശ വനിത പിടിയിലായിരിക്കുന്നു. സേവന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾക്കുമായി വെള്ളാപ്പള്ളി നടേശന് അടുത്തിടെ പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് പരാതി നൽകിയിരിക്കുന്നു. പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ചയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. 126 മൈക്രോ ഫൈനാൻസ് കേസസ്, 1 കൊലക്കേസ് എന്നീ കേസുകളിൽ പ്രതികളായ ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും മതവിദ്വേഷവും ജാതിവിദ്വേഷവും നടത്തുന്ന വ്യക്തിക്ക് രാജ്യത്തെ പരമോന്നത പുരസ്കാരം നൽകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും സേവ് യൂണിവേഴ്സിറ്റി ഫോറം വക്താവ് RS ശശികുമാർ ചോദിച്ചു. പരാതി നൽകിയത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ്. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരെ നിലനിൽക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ക്രിമിനൽ കേസും ചൂണ്ടിക്കാട്ടിയാണ് പരാതി. മൈക്രോ ഫൈനാൻസ് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ വെള്ളാപ്പള്ളി പ്രതിയാണെന്നും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകുന്നത് പുരസ്കാരത്തിന്റെ അന്തസ്സിനെ ബാധിക്കുമെന്നും സമിതി വാദിക്കുന്നു. ക്രിമിനൽ കേസുകളിലോ അന്വേഷണം നേരിടുന്നവർക്കോ ശിക്ഷിക്കപ്പെട്ടവർക്കോ പത്മ പുരസ്കാരങ്ങൾ നൽകാൻ പാടില്ലെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടുവെന്നാണ് പരാതിക്കാരുടെ ആരോപണം. റിമാൻഡിലായി 18ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിന് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കെതിരെ കൊച്ചിയിലെ പ്രമുഖ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ജോജോ വി ജോസഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു.
ഡോക്ടറുടെ ഫോൺ സന്ദേശം ചോർത്തി പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കൊച്ചി കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഷാജൻ സ്കറിയയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിലെ ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിനിടെയാണ് പോലീസിനെതിരെ വിമർശനമുണ്ടായത്. ജാമ്യാപേക്ഷ മാറ്റിവെച്ചു. പ്രസ്തുത കേസിൽ ഷാജൻ സ്കറിയ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഫെബ്രുവരി 7 മാറ്റിവെച്ചിട്ടുണ്ട്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചോദിച്ചു. അദ്ദേഹം നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ് എന്ന് നിരീക്ഷിച്ച കോടതി ഷാജൻ ഒളിവിലാണെന്ന പോലീസിന്റെ വാദത്തെയും രൂക്ഷമായി വിമർശിച്ചു. ഡോക്ടർ നൽകിയ 3 കേസസ് ഇപ്രകാരമാണ്. ആദ്യത്തെ കേസ് അക്രമത്തിന് പ്രേരിപ്പിച്ചു. ഡിസംബർ 2025 ഈ കേസ് നൽകിയിരിക്കുന്നത്. ഡോക്ടർ ഒന്നാമത്തെ കേസ് ഇപ്രകാരമാണ്. ഡോക്ടറുടെ കാലുവെട്ടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചു എന്ന പരാതിയിൽ കൊച്ചി കടവന്ത്ര പോലീസ് ഷാജൻ സ്കറിയയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. രണ്ടാമത്തെ കേസ് ബ്ലാക്ക്മെയിലിംഗ് തട്ടിപ്പ് ആരോപണം. ഡോക്ടറെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നും പണം നൽകാത്തതിനെ തുടർന്ന് അപകീർത്തികരമായ വാർത്തകൾ നൽകി എന്നുമാണ് കേസ്. മൂന്നാമത്തതാണ് ഫോൺ ചോർത്തൽ കേസ്. ഡോക്ടറുടെ സ്വകാര്യ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി പ്രചരിപ്പിച്ചു എന്ന കുറ്റമാണ് അത്. ഇതിനെതിരെ ഷാജൻ സ്കറിയ വാദിക്കുന്നത് ഇപ്രകാരമാണ്. തനിക്കെതിരായുള്ള കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകനെ ഒതുക്കാനുള്ള നീക്കമാണെന്നും ആണ് അദ്ദേഹം വാദിക്കുന്നത്. പ്രതിഭാഗം പറയുന്നത് ഇപ്രകാരമാണ്. അറസ്റ്റ് തടയണമെന്നും പോലീസിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്നും ഷാജൻ സ്കറിയയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ വാദം ഇപ്രകാരമാണ്. ഷാജൻ സ്കറിയ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അദ്ദേഹം ഒളിവിലാണെന്നും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു. കോടതിയുടെ ചോദ്യം ഇപ്രകാരമാണ്. പ്രതി ഒളിവിലാണെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് എല്ലാ ദിവസവും വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പ്രതിയുടെ യഥാർത്ഥ ലൊക്കേഷൻ കണ്ടെത്താൻ സൈബർ സെല്ലിന് കഴിയുന്നില്ലേ എന്ന ഗൗരവകരമായ ചോദ്യവും കോടതി ഉന്നയിച്ചു.